അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ ഇടാറുണ്ടല്ലോ. അപ്പോൾ എല്ലാ പോർഷൻസും അങ്ങനെ എടുക്കാൻ സമയം ഉണ്ടാവില്ല. മാത്രമല്ല ഗൂഗിൾ മീറ്റിൽ എടുക്കുമ്പോൾ അത് റെക്കോർഡർ അല്ലാത്തതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എനിവേ നമ്മൾ പാരലായിട്ട് ഈ യൂട്യൂബ് വീഡിയോസും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി, അതായത് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി മൊഡ്യൂൾ 6 ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എക്സ്പ്ലെയിൻസ് വൈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ സെൽഫ് സ്റ്റാർട്ട് അല്ലാത്തതുകൊണ്ട് എങ്ങനെ സെൽഫ് സ്റ്റാർട്ട് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വി നോ ദാറ്റ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? The reason is, the answer is double field revolving theory. Double field revolving theory explains why single phase induction motor is not self-starting. We know that single phase induction motor has two parts, stator and rotor. Stator consists of armature winding, one armature winding. Rotor consists of squirrel cage rotor. Rotor is electrical in shape. Slots are provided on its outer periphery. Okay, copper strips or copper bars are provided, and whose ends are electrically welded or soldered. Thus, it is getting a squirrel cage construction. That is, it is nothing but a squirrel cage rotor. അതാണ് റോട്ടോറിൻ്റെ കാര്യം. പക്ഷേ സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിംഗ് ആണ്, സിംഗിൾ ആർമേച്ചർ വൈൻഡിംഗ്. സോ വെൻ വി ഗിവ് സിംഗിൾ ഫേസ് അപ്ലൈ ടു ദിസ് ആർമേച്ചർ വൈൻഡിംഗ്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി an alternating magnetic field. Only a rotating magnetic field can rotate a stationary stage squirrel cage rotor. സ്റ്റേഷനറി സ്റ്റേജിലിരിക്കുന്ന സ്ക്വിറൽ കേജ് റോട്ടോറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് സ്റ്റേറ്ററിന് ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന് കഴിവില്ല. എന്തുകൊണ്ടാണ് കഴിവില്ലാത്തത് എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ സൊല്യൂഷൻ അല്ല, എന്തുകൊണ്ട് തിരിയുന്നില്ല. വൈ ദ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. ഇറ്റ് ഈസ് നോട്ട് സൊല്യൂഷൻ, ഇറ്റ് ഈസ് ദ റീസൺ. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ നോൺ അവൈലബിലിറ്റി ഓഫ് ടോർക്ക് ഇൻ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അതായത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ടോർക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാത്തത്. അതിൻ്റെ റീസണാണ് പറയുന്നത്. അപ്പോൾ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എക്സ്പ്ലെയിൻസ് വൈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. Or in other words, we can say double field revolving theory explains the non-availability of torque in a single phase motor when the winding is fed from a single phase supply. Okay. So ഈ ഫിഗർ നോക്കുക. കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5 എന്നൊക്കെ കേസ് 5, കേസ് 6 എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഫിഗർ കാണാം. അപ്പോൾ നമുക്കറിയാം വെൻ വി ഗീവ് സിംഗിൾ ഫേസ് അപ്ലൈ ടു ദ ആർമേച്ചർ വൈൻഡിംഗ്, ബിക്കോസ് വി ആർ പ്രൊവൈഡിംഗ് ഓൺലി വൺ വൈൻഡിംഗ് ഇൻ ദ സ്റ്റേറ്റർ, ദാറ്റ് വൈൻഡിംഗ് can produce an alternating magnetic field. We can revolve this alternating magnetic field in two components. One is phi1, which is rotating in forward direction or anti-clockwise direction, and phi2 is rotating in backward direction or clockwise direction, because vectors are rotating in which direction? Anti-clockwise direction, which is taken as forward direction. So phi1 is rotating forward direction and phi2 is rotating backward direction. അപ്പോൾ phi1 and phi2 are lie on the same plane as far as case 1 is concerned. അപ്പോൾ ഒരേ പ്ലെയിനിൽ വരയ്ക്കാത്തത് വരയ്ക്കുമ്പോൾ ഏതാ phi1, ഒരേ പ്ലെയിനിൽ വരച്ച് കഴിഞ്ഞാൽ ഏതാ phi1 ഏതാ phi2 എന്ന് അറിയില്ല. അതുകൊണ്ടാണ് കുറച്ച് നീക്കി വരച്ചേക്കണേ. ആക്ച്വലി phi1 and phi2 lie on the same plane. സോ ആംഗിൾ ബെറ്റ് അപ്പോൾ ആ റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സെൻട്രൽ ആക്സിസിൽ നിന്ന് phi1 ഉം phi2 തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസസ് കുറവല്ല, കുറച്ച് നീങ്ങിയിട്ടല്ല phi1 ഉം phi2 വരച്ചിരിക്കുന്ന പോലെ. പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കൂ, ബിക്കോസ് രണ്ടും ഒരേ ലൈനിൽ വരച്ച് കഴിഞ്ഞാൽ വി കനോട്ട് ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് phi1 and which one is phi2. In order to identify phi1 and phi2, we represent this figure just like this. അതേസമയം കേസ് 2 നോക്കിയേ, phi1 ഇതാണ് ആ ഫൈ ആറിൻ്റെ ആക്സിസാണ് റെഫറൻസ് ആക്സിസ് 0 ഡിഗ്രി. അവിടുന്ന് തീറ്റ ഡിഗ്രി ഫോർവേഡിലേക്ക് മൂവ് ചെയ്തു phi1, അവിടുന്ന് തീറ്റ ഡിഗ്രി ബാക്ക്വേഡിലേക്ക് മൂവ് ചെയ്തു phi2. അപ്പോൾ വാട്ട് ഈസ് ദ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2? 2 തീറ്റ. കേസ് 3 നോക്കിയേ, 0യിൽ നിന്ന് റെഫറൻസ് ആക്സിസിൽ നിന്ന് 90 ഡിഗ്രി phi1 മുന്നിലോട്ട് നീങ്ങി, 0യിൽ നിന്ന് 90 ഡിഗ്രി ബാക്കിലോട്ട് phi2 നീങ്ങി. സോ വാട്ട് ഈസ് ദ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2? അതായത് 0യിൽ നിന്നുള്ള phi1ലേക്കുള്ള ആംഗിൾ തീറ്റ, 0യിൽ നിന്ന് phi2ലേക്കുള്ള ആംഗിൾ തീറ്റ, അത് 90. സോ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2 ഈസ് ഈക്വൽ ടു 180 ആസ് ഫാർ ആസ് കേസ് 3 ഈസ് കൺസേൺ. മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ റഫറൻസ് ആക്സിസും phi1 ഉം തമ്മിലുള്ള ആംഗിൾ, റഫറൻസ് ആക്സിസും phi2 ഉം തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, phi1 ഉം phi2 തമ്മിലുള്ള ആംഗിൾ അല്ല. ഓക്കെ, കേസ് 3 phi1 ഉം phi2 തമ്മിലുള്ള ആംഗിൾ 180 ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 90 എഴുതിയേക്കുന്നത് സംശയം വേണ്ട. തീറ്റ ഈസ് ദ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ റഫറൻസ് ആക്സിസ് ആൻഡ് phi1, റഫറൻസ് ആക്സിസ് ആൻഡ് phi2. ഇറ്റ് ഈസ് നോട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ phi1 and phi2. phi1 and phi2 we can calculate. When theta is equal to 90, angle between phi1 and phi2 is 180. അടുത്തത് തീറ്റ ഈസ് ഈക്വൽ ടു 180. അത് 0യിൽ നിന്ന് phi1 180 ഡിഗ്രി മൂവ് ചെയ്തു, 0യിൽ നിന്ന് phi2 180 ഡിഗ്രി മൂവ് ചെയ്തു. സോ തീറ്റ ഈസ് ഈക്വൽ ടു 180. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2 ഈസ് 360. അത് കൺഫ്യൂസ്ഡ് ആവരുത്. എല്ലാ പ്രാവശ്യം കുട്ടികൾ തെറ്റിച്ചെഴുതാറുള്ള ഒരു കേസാണ്. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2 അല്ല തീറ്റ. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ റഫറൻസ് ആക്സിസ് ആയിട്ട് നമ്മളൊരു ആക്സിസ് എടുക്കുന്നു, phi r എന്ന് പറയുന്നത്. phi r റഫറൻസ് അല്ല കേട്ടോ, അത് റിസൾട്ടൻ്റെതാണ്. എനിവേ റിസൾട്ടൻറ്റ് ഫ്ലക്സിൻ്റെ ആക്സിസ് അവിടെ ഫസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്ന ആക്സിസിനെ നമുക്ക് റഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കാം. ആ റഫറൻസ് ആക്സിസ് അപ്പോൾ കേസ് 1 ആദ്യം എടുക്കാനാണ്.
Case 1, both phi1 and phi2 are lie on reference axis. So, angle between phi1 and reference axis is 0. Angle between phi2 and reference axis is 0. അല്ലാണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഫൈ ആറിന് കുറച്ച് മുകളിലേക്ക് ഫൈ1ഉം ഫൈ ആറിന് കുറച്ച് താഴത്തേക്ക് ഫൈ2 അല്ല, രണ്ടും ഒരേ പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് അങ്ങനെ വരച്ചേക്കുന്നത്? Only to identify. Okay, in order to identify phi1 and phi2, in order to differentiate phi1 and phi2, we represented case 1 like this, that's all. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ both phi1 and phi2 are lie on the same plane. Angle difference between reference axis and phi1 0. Angle difference between reference axis and phi2 0. That is theta is equal to 0. What is angle difference between phi1 and phi2? 0. What is the resultant flux in this case? നോക്കുക, കേസ് 1നെ സംബന്ധിച്ചിടത്തോളം resultant flux, both fluxes are acting simultaneously. നമ്മൾ പഠിച്ചിട്ടുണ്ട് when both forces are acting simultaneously we can find out the resultant flux using parallelogram law. In the root of p square plus q square plus 2pq cos alpha. Here phi r is equal to root of phi1 square plus phi2 square plus 2 phi1 phi2 cos angle difference between phi1 and phi2 is equal to 0. So phi m by 2 all square plus phi m by 2 all square plus 2 phi m by 2 into phi m by 2 into cos 0. So phi m square by 4 plus phi m square by 4 plus 2 phi m by 2 into phi m by 2 into cos 0 is equal to phi m square by 2 into 1. That is phi m square by 4 plus phi m square by 4 ne phi m square by 2 plus phi m square by 2 is equal to root of 2 phi m square by 2 is equal to phi m. But as far as case 1 is concerned, even though there are two component of fluxes, resultant flux is phi m. And then അപ്പോൾ അത് കിട്ടി, resultant flux phi m ആണ്. ഇനി എന്താണ് കേസ് 2ൽ നോക്കൂ. കേസ് 2ൽ phi1 is moved by an angle theta in the forward direction, phi2 is moved by an angle theta in the backward direction. So what is the angle difference between phi1 and phi2? 2 theta. Suppose if theta is equal to 45, 2 theta is equal to 2 into 45 is equal to 90 degree. Okay, then what is the resultant flux? Phi r is equal to root of phi m by 2 all square plus phi m by 2 all square plus 2 phi m by 2 cos 2 theta. തീറ്റയ്ക്ക് വാല്യൂ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എന്താ കിട്ടുക? phi m square by 4 plus phi m square by 4 plus 2 phi m by 2 into phi m by 2 into cos 2 theta. അത് റിസോൾവ് ചെയ്യുമ്പോൾ phi m square by 4 plus phi m square by 4 നെ phi m square by 2 plus phi m square by 2 into cos 2 theta. അടുത്തതിൽ phi m square by 2 into പുറത്തേക്ക് എടുത്തു 1 plus cos 2 theta. 1 plus cos 2 theta 2 cos square theta ആണ് കേട്ടോ, അതവിടെ എഴുതാൻ വിട്ട് പോയിക്കണ്ട. സോ phi m square by 2 into 2 cos square theta, 2 cancelled. അങ്ങനെയാണ് phi m cos theta. So as far as case 2 is concerned, the resultant flux is changing. It is phi m cos theta. When theta is equal to 45, you can substitute here phi m cos 45. Phi m cos 45 means phi m into 1 by root 2. Phi m by root 2. Now, what about case 3? Then phi1 and phi2 is further rotating. Phi1 is moved by an angle 90 degree from reference axis. Phi2 is moved by an angle 90 degree from reference axis in backward direction. So theta is equal to 90 degree. What is the angle difference between phi1 and phi2? 2 into 90 is equal to 180. Then what is the resultant flux in this case? നോക്കൂ, കേസ് 3ൽ തീറ്റ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആക്സിസ്, ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആക്സിസ് ആൻഡ് phi1, ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ റെഫറൻസ് ആക്സിസ് ആൻഡ് phi2. സോ phi r is equal to root of, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, phi m by 2 all square plus phi m by 2 all square plus 2 phi m by 2 into phi m by 2 into cos 90 അല്ല cos 180, because phi1 and phi2 തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് 180 ആണ്. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു തന്നെ മനസ്സിലാക്കി കഴിയാം, cos 180 is equal to -1 ആണ്. അപ്പോൾ phi m square by 4 plus phi m square by 4 plus 2 into phi m by 2 into phi m by 2 into cos 180 എന്ന് പറഞ്ഞാൽ അത് മൈനസ് phi m square by 2 ആണ് വരിക. സോ റൂട്ട് ഓഫ് phi m square by 2, phi m square by 2 വരാൻ കാരണം phi m square by 4 plus phi m square by 4 മൈനസ് phi m square by 2. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. cos 180 is equal to -1. So the resultant flux is 0. Resultant flux is 0 as far as case 3 is concerned. What about case 4? കേസ് 4 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേസ് 4 phi1 is moved by an angle 180 degree from reference axis. phi2 is moved by an angle in backward direction 180 degree from reference axis. So theta is equal to 180 degree. Theta is the angle difference between reference axis and phi1, reference axis and phi2. So theta is equal to 180 degree. What is the angle difference between phi1 and phi2? 2 into 180 is equal to 360. What is the resultant flux in this case? Case 4, root of phi m by 2 all square plus phi m by 2 all square plus 2 phi m by 2 into phi m by 2 into cos theta 180 ആണ്. അപ്പോൾ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ phi1 and phi2 2 into 180 360. അപ്പോൾ അത് റിസോൾവ് ചെയ്ത് വരുമ്പോൾ cos 3 phi m square by 2 cos 360 is equal to 1 ആണ് വരിക. സോ phi m square by 2 plus phi m square by 2 into 2 cancelled. phi m square by 2 plus phi m square by 2 അത് റിസോൾവ് ചെയ്ത് വരുമ്പോൾ 2 into phi m by 2 into phi m by 2 വരുമ്പോൾ 2 into phi m by 2 into phi m by 2 into cos 360. cos 360യുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ phi m square by 2 plus phi m square by 2 into 2. അപ്പോൾ phi m square by 2 plus phi m square by 2, the answer is minus phi m.
ദ ആൻസർ ഈസ് -5m. cos 360യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് ചോദിക്കുന്നു. √5m² 4 + 5m² 4 + 2 × 5m/2 × 5m/2 × cos 360 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ് -5m. ഓക്കെ, then case 4. what about case 4? case 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ case 4 പറഞ്ഞു. സോറി, case 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 is rotating in 5 is further moved by an angle in forward direction and theta is equal to 270. 5 is moved by an angle in the backward direction and reaches at this position. So theta is equal to 270 degree. The angle difference between 5 and 5 is 270 എന്ന് പറയുന്ന ആദ്യത്തെ പൊസിഷൻ 1ലെ റഫറൻസ് ആക്സിസിൽ നിന്ന് 5 270 ഡിഗ്രി മൂവ് ചെയ്തു. പൊസിഷൻ 1ലെ റഫറൻസ് ആക്സിസിൽ നിന്ന് 5 270 ഡിഗ്രി മൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. റഫറൻസ് ആക്സിസ് എപ്പോഴും ഫിക്സഡ് ആണ്. ഏറ്റവും ഫസ്റ്റത്തെ പൊസിഷനിലത്തെ ഫൈആറിൻ്റെ പൊസിഷനാണ് റഫറൻസ് ആക്സിസ്. അവിടെ ഫൈആർ എന്ന് വെച്ചാൽ റഫറൻസ് അല്ല കേട്ടോ, റിസൾട്ടൻറ്റ് ഫ്ലക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എനിവേ അതാണ് റഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് 0 ഡിഗ്രിയാണ്. ആ റഫറൻസ് ആക്സിസിൽ നിന്നും 270 ഡിഗ്രി 5 ഫോർവേഡിൽ മൂവ് ചെയ്തു, 5 ബാക്ക്വേഡിൽ മൂവ് ചെയ്തു. നൗ തീറ്റ ഈസ് ഈക്വൽ ടു 270 ഡിഗ്രി. അതായത് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് റഫറൻസ് 270. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് റഫറൻസ് 270. Angle difference between 5 and 5 to 2 into 270 is equal to 540. So what about case 5? Theta is equal to 270. അപ്പോൾ angle difference between 5 and 5 to cos 540. അപ്പോൾ √5m² 4 + 5m² 4 + 2 × 5m/2 × 5m/2 × cos 540. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. cos 540 കാൽക്കുലേറ്ററിൽ വാല്യൂ അടിച്ച് നോക്കുക. സോ ആൻസർ വിൽ ബി 0. അടുത്ത് കേസ് 6. കേസ് 6 എന്താ? കേസ് 6ൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് 5 ഈസ് റഫറൻസ് ആക്സിസിൽ നിന്ന് 5 കറങ്ങി തിരിഞ്ഞ് ഇപ്പോഴത്തെ പൊസിഷനിൽ 5 ഈസ് മൂവ്ഡ് ബൈ ആൻ ആംഗിൾ 360 ഡിഗ്രി ഫ്രം ദ റഫറൻസ് ആക്സിസ്. 5 ഈസ് മൂവ്ഡ് ബൈ ആൻ ആംഗിൾ 360 ഡിഗ്രി ഫ്രം ദ റഫറൻസ് ആക്സിസ് ആൻഡ് റീച്ചസ് അറ്റ് ദിസ് പൊസിഷൻ 360 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് റഫറൻസ് ആക്സിസ് 360. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് റഫറൻസ് ആക്സിസ് 360. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 5 ഈസ് ഈക്വൽ ടു 2 × 360 ആണ് വരിക. ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 5. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് 5. ഇറ്റ് ഈസ് ദ ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 5 ആൻഡ് റഫറൻസ് ആക്സിസ് 5 ആൻഡ് റഫറൻസ് ആക്സിസ്. സോ കേസ് 6 φr is equal to √5m/2² + 5m/2² + 2 5m/2 × 5m/2 × cos 720 because theta is equal to 360. അപ്പോൾ cos 2 θ ആണ് വരിക. സോ ആൻസർ വിൽ ബി 5m. ഓക്കെ, അപ്പോൾ കേസ് 1ൽ 5m റിസൾട്ടൻറ്റ് ഫ്ലക്സ്, കേസ് 2ൽ 5m cos θ, കേസ് 3ൽ 0, കേസ് 4ൽ -5m, കേസ് 5ൽ 0, കേസ് 6ൽ 5m. ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ഓൾ ദീസ് വാല്യൂസ് ഗ്രാഫിക്കലി? എങ്ങനെയാണ് ഈ വാല്യൂ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക? അതേ റെപ്രസെൻറ്റേഷൻ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. തീറ്റ വാരീസ് ഫ്രം 0 to 360. അപ്പോൾ അറ്റ് 0ൽ എത്രയാണ് ഫ്ലക്സ്? 0ൽ നോക്കുക. when theta is equal to 0 resultant flux is 5m. കണ്ട, when theta is equal to 0 resultant flux 5m. when theta is equal to 45 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് കേസ് 2 ആണ്. ആ കേസ് 2ൻ്റെ എത്ര ആൻസർ? 5m cos θ, 5m × cos 45. അപ്പോൾ 5m × cos 45 ആകുമ്പോൾ എത്ര വരിക? 5m/√2. അപ്പോൾ ഏകദേശം ആ വാല്യൂ ആണ് 45 ഡിഗ്രിയിൽ. when theta is equal to 90 ഡിഗ്രി നോക്കൂ. when theta is equal to 90 ഡിഗ്രി എന്നുള്ളത് ഏതാ? കേസ് 3. അപ്പോൾ എത്ര റിസൾട്ടൻറ്റ് ഫ്ലക്സ്? 0. സോ when theta is equal to 90ൽ മാക്സിമം ഫ്ലക്സ് കുറഞ്ഞ് 0ലെത്തി. when theta is equal to 180 നോക്കൂ. when theta is equal to 180 കേസ് 4ൽ theta is equal to 180 ആകുമ്പോൾ റിസൾട്ടൻറ്റ് ഫ്ലക്സ് -5m. ഇതേ നോക്കൂ, ഗ്രാഫിക്കലി ഫ്ലക്സ് -5mലെത്തി. when theta is equal to 270 what is happening നോക്കുക. when theta is equal to 270 ആകുമ്പോൾ ഫ്ലക്സ് 0 ആണ്, റിസൾട്ടൻറ്റ് ഫ്ലക്സ് 0. കണ്ടോ, റിസൾട്ടൻറ്റ് ഫ്ലക്സ് 270ൽ 0. when theta is equal to 360 what is happening ശ്രദ്ധിക്കുക. when theta is equal to 360 റിസൾട്ടൻറ്റ് ഫ്ലക്സ് is again 5m. so the variation of theta versus resultant flux is on y-axis, theta is on x-axis. so theta varies from 0 to 90 degree. when theta is equal to 0 resultant flux 5m. when theta is equal to 45 5m/√2. when theta is equal to 90 resultant flux 0. when theta is equal to 180 resultant flux -5m. when theta is equal to 270 resultant flux 0. when theta is equal to 360 resultant flux again 5m. okay, so theta is the angle difference between reference axis and fluxes. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ഗ്രാഫിക്കൽ ഷേപ്പ് വരുന്നത്. ഇപ്പോഴും നമ്മൾ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
ഹിയർ നോക്കാം. അപ്പോൾ നമ്മൾ ആ വേവ് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു, വേവിൻ്റെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലക്സിൻ്റെ ഷേപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഫ്ലക്സ് 0 ആവുന്നു, മാക്സിമം ആവുന്നു, 0 ആകുന്നു, എഗെയിൻ നെഗറ്റീവ് മാക്സിമം ആവുന്നു, എഗെയിൻ 0 ആവുന്നു, വീണ്ടും പോസിറ്റീവ് മാക്സിമം, ഒരു സൈൻസോയിഡൽ ഷേപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക, കുറച്ചുകൂടി കഴിഞ്ഞ് അപ്പോൾ ഇത് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക, എസ് എ മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കണം. സോ റോട്ടർ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു റോട്ടർ ഇൻപുട്ട് ഇൻറ്റു സ്ലിപ്പ്. ദിസ് ഈസ് ദ കോമൺ ഇക്വേഷൻ ഫോർ സിംഗിൾ ഫേസ് ആൻഡ് 3 phase motors, single phase and 3 phase induction motor. Now we are explaining the working of a single phase induction motor. So rotor copper loss is equal to rotor input into slip. Rotor copper loss is equal to I2 square R2. Rotor input represent ചെയ്യുന്നതാണ് P2 into S. I2 square R2 is equal to റോട്ടോർ ഇൻപുട്ടിനെ P2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്, ഈസ് ഈക്വൽ ടു പവർ സ്റ്റേജസ് വരുമ്പോൾ സ്റ്റേറ്റർ ഇൻപുട്ട് P1, റോട്ടർ ഇൻപുട്ട് P2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. സോ 2πNSTG ആണ് P2ൻ്റെ ഇക്വേഷൻ. 2πNSTG/60. P2 is equal to 2πNSTG. TG means gross torque, NS means synchronous speed. 2πNSTG. P is equal to 2πNT/60. P is equal to 2πNT/60. So here speed is synchronous speed ആണ്, റോട്ടോർ ഇൻപുട്ടാണ്, ആക്ച്വൽ സ്പീഡാണ് n വരിക. സോ 2πNSTG/60 ഇൻറ്റു എസ്. വേറെ ഒന്നുമില്ല, P2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ TG അവിടെ നിർത്തി. അപ്പോൾ വാട്ട് ഈസ് ദ ആൻസർ ഓഫ് TG? TG is equal to എന്താ വരിക, 60 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 60 I2 square R2/2πNS ഇൻറ്റു എസ്. അതിൽ I2 square R2/S കഴിച്ച് 60/2πNS is a constant. 60/2πNS is a constant. So TG is equal to K into I2 square R2/S. TG is equal to K into I2 square R2/S. ഓക്കെ, ഈ TG എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോർക്ക് ഓർ ടോട്ടൽ ടോർക്ക് ഡെവലപ്ഡ്. അപ്പോൾ നമുക്കറിയാം 2 ഫ്ലക്സുകളാണെന്ന് പറഞ്ഞു നമ്മൾ. അതായത് റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ഓഫ് 2 ഫ്ലക്സ്. അതായത് ദ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻറ്റു 2 components. One is Φ1 and other is Φ2. അപ്പോൾ 2 ഫ്ലക്സ് ഉള്ളത് കൊണ്ട് ഈ 2 ഫ്ലക്സുകളാണ് അൾട്ടിമേറ്റ് ആയിട്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. സോ ഗ്രോസ് ടോർക്ക് ഹാസ് ഓൾസോ 2 components. One is TF and other is TB, ഫോർവേഡ് ടോർക്ക് ആൻഡ് ബാക്ക്വേർഡ് ടോർക്ക്. ബിക്കോസ് TF is due to forward flux, TB is due to backward flux. Forward flux is Φ1, backward flux is Φ2. അതിന് വേണമെങ്കിൽ ΦF, ΦB എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ Φ1, Φ2 എന്ന് ഇതുവരെ കൊടുത്തത്. സോ TG is equal to K into I2 square R2/S. അപ്പോൾ ഫോർവേഡ് ടോർക്ക് എങ്ങനെ വരിക? ഫോർവേഡ് ടോർക്ക് മീൻസ് ഫോർവേഡ് ടോർക്ക് ഡ്യൂ ടു ഫോർവേഡ് ഫ്ലക്സ് is equal to K into I2 square R2/S. വേറെ TB ബാക്ക്വേർഡ് ടോർക്ക് എങ്ങനെയാണെന്ന് വരിക? ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരിക, -K into I2 square R2/2 മൈനസ് എസ്. എന്താണ് മൈനസ്? ഒരു ചേഞ്ച് വന്നു മൈനസ്, പിന്നെ ഡിനോമിനേറ്ററും ചേഞ്ച് വന്നു, എസ് എന്നുള്ളത് 2 - s ആയി. അതെങ്ങനെയാണ് വന്നേക്കണേ എന്നുള്ളത് നോക്കുക. വി നോ ദാറ്റ് S is equal to NS minus N/NS. അതിന് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. NS/NS മൈനസ് N/NS സ്പ്ലിറ്റ് ചെയ്തു. NS/NS മൈനസ് N/NS. NS/NS എത്രയാണ്? 1 മൈനസ് N/NS. ഈ -N/NS ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ വരിക? -N/NS അപ്പുറത്തേക്ക് വരുമ്പോൾ N/NS is equal to S ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1 - s. സോ നമുക്ക് കിട്ടി N/NS is equal to 1 - s. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2 ഫ്ലക്സുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫോർവേഡ് ഫ്ലക്സ്, ഒന്ന് ബാക്ക്വേർഡ് ഫ്ലക്സ്. അപ്പോൾ ഫോർവേഡ് ഫ്ലക്സ് മൂലമുള്ള ടോർക്ക് സ്ലിപ്പ് S ആണെങ്കിലും S is equal to NS minus N/NS ആണ് അല്ലേ. അപ്പോൾ ബാക്ക്വേർഡായിട്ട് വരുമ്പോഴുള്ള ഫ്ലക്സ് മൂലം ഉണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് NS minus N/NS, ബിക്കോസ് ദ സ്പീഡ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. NS minus N/NS. അപ്പോൾ എത്ര വരിക? NS plus N/NS. അതായത് അതിന് സ്പ്ലിറ്റ് ചെയ്തു. NS/NS plus N/NS. NS/NS എത്രയാണ്? 1 plus N/NS നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കൂ, N/NS is equal to 1 - s. സോ 1 plus 1 - s is equal to 2 - s. അപ്പോൾ ബാക്ക്വേർഡ് ഫ്ലക്സ് മൂലമുള്ള ബാക്ക്വേർഡ് ഫ്ലക്സിൻ്റെ മൂലം ഉണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് 2 - s ആണ്. കുറേ എസും 2 പറഞ്ഞപ്പോൾ മനസ്സിലാവായക വേണ്ട കേട്ടോ. 2 ഫ്ലക്സ് ഉണ്ടെങ്കിൽ 2 ടോർക്ക് ഉണ്ട്. 2 ടോർക്ക്, ഒന്ന് ഫോർവേഡ് ടോർക്ക്, ഒന്ന് ബാക്ക്വേർഡ് ടോർക്ക്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സ്ലിപ്പും ഫ്ലക്സും ടോർക്കൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. TF is equal to K into I2 square R2/S. അതെങ്ങനെ കിട്ടിയേക്കണമെന്ന് മുകളിലുണ്ട്. TB is equal to അവിടെ ഒരു നെഗറ്റീവും വന്നു, S എന്നുള്ളത് 2 - s ആയി. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് മൈനസും അടിയിൽ 2 - s വന്നത്? മൈനസ് വരാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറിയ കാരണം ബാക്ക്വേർഡ് ഫ്ലക്സ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബാക്ക്വേർഡ് ഫ്ലക്സ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ബാക്ക്വേർഡ് ടോർക്ക് ഓൾസോ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫോർവേഡ് ടോർക്ക് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ മൈനസ് വന്ന എൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായി. എന്തുകൊണ്ടാണ് സ്ലിപ്പ് എന്നുള്ളത് 2 - s ആയത്? ബാക്ക്വേർഡ് ഫ്ലക്സ് മൂലമുണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് 2 - s ആണെന്ന് പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. S is equal to NS minus N/NS. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ. NS/NS മൈനസ് N/NS. ആ സ്റ്റെപ്പ് അവിടെ ഇല്ല. NS/NS എത്രയാണ്? 1 minus N/NS.
അപ്പോൾ മൈനസ് എൻ ബൈ എൻ എസിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോയി എസിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എൻ ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ്. ഇവിടെ വരെ ക്ലിയർ ആയില്ലേ? എൻ ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് നോക്കണ്ടേ? ഇത് മനസ്സിലായില്ലേ? ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്, എൻ എസ് ബൈ എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്, ദാറ്റ് ഈസ് 1 മൈനസ് എൻ ബൈ എൻ എസ്. മൈനസ് എൻ ബൈ എൻ എസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ എൻ ബൈ എൻ എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ശരിക്കും എന്താ? എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ് ആണ്. പക്ഷേ ഇവിടെ എൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്ക്വേർഡ് ഫ്ലക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ്. അപ്പോൾ മൈനസ് മൈനസിന് എന്താ? പ്ലസ് എൻ എസ് പ്ലസ് എൻ ബൈ എൻ എസ്. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എൻ എസ് ബൈ എൻ എസ് പ്ലസ് എൻ ബൈ എൻ എസ്. എൻ എസ് ബൈ എൻ എസ് എത്രയാണ്? 1 പ്ലസ് എൻ ബൈ എൻ എസ്. എൻ ബൈ എൻ എസിൻ്റെ വാല്യൂ എത്രയാണ്? 1 മൈനസ് എസ്. നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1 പ്ലസ് 1 മൈനസ് എസ്. അപ്പോൾ ബാക്ക്വേർഡ് ഫ്ലക്സിന് മൂലം ഉണ്ടാകുന്ന സ്ലിപ്പ് എന്ന് പറയുന്നത് 2 മൈനസ് എസ്. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് ടോർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് വന്നത് മനസ്സിലായ ഡയറക്ഷൻ ചേഞ്ച് ആയ കാരണം ഡിനോമിനേറ്റർ എസ് ഉള്ളത് 2 മൈനസ് എസ് ആയതിൻ്റെ റീസൺ ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ സ്ലിപ്പ് എത്രയാണ്? 1. സ്ലിപ്പിൻ്റെ മാക്സിമം വാല്യൂ 1. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ മീൻസ് സ്റ്റേഷനറി സ്റ്റേജ്. തുടക്കത്തിൽ മോട്ടോർ സപ്ലൈ കൊടുക്കുന്ന ആ ഇൻസ്റ്റൻറ്റ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്തില്ല, പതുക്കെയാണ് റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞാൽ അല്ല ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് റേറ്റഡ് സ്പീഡിലേക്ക് വരികയല്ല. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ എസ് ഇസ് ഈക്വൽ ടു 1. സോ ടി എഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്താ പറയുക? സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ടി എഫിൻ്റെ ഇക്വേഷൻ എന്താ? കെ ഇൻറ്റു I2 സ്ക്വയർ R2 ബൈ എസ്. അപ്പോൾ കൊടുത്തു കെ ഇൻറ്റു I2 സ്ക്വയർ R2 ബൈ 1. എസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ടി എഫിൻ്റെ ഇക്വേഷൻ കിട്ടി കെ ഇൻറ്റു I2 സ്ക്വയർ R2. ടി ബിയുടെ ഇക്വേഷനിൽ എസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് കെ ഇൻറ്റു I2 സ്ക്വയർ R2 ബൈ 2 മൈനസ് എസ്. എസിൻ്റെ വാല്യൂ എത്രയാണ്? 1. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന ആ ഇൻസ്റ്റൻറ്റിൽ എസിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് കെ ഇൻറ്റു I2 സ്ക്വയർ R2 ബൈ 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയാണ്? 1. അതായത് മൈനസ് കെ ഇൻറ്റു I2 സ്ക്വയർ R2. അപ്പോൾ ഫോർവേഡ് ടോർക്ക് നോക്കൂ കെ ഇൻറ്റു I2 സ്ക്വയർ R2. ബാക്ക്വേർഡ് ടോർക്ക് നോക്കൂ മൈനസ് കെ ഇൻറ്റു I2 സ്ക്വയർ R2. ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ദേ ആർ cancelling each other, resultant torque is 0, so the motor is not rotating at standstill condition. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് മോട്ടർ റൊട്ടേറ്റ് ചെയ്യാത്തത്. 2 ടോർക്ക് ഉണ്ടാവുന്നുണ്ട്, ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, ടോർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ 2 ടോർക്കുകളും ബാക്ക്വേർഡും ഫോർവേഡും തിരിയുന്നു ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് മോട്ടർ തിരിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിനി വേറൊരു കാര്യത്തിലേക്ക് പോണത്. ഈ ഒരു അവസ്ഥയിൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിലേക്ക് പോകണം? രണ്ടാമതൊരു വൈൻഡിങ് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് പോകണം. അതാണ് ഇപ്പോൾ കപ്പാസിറ്റർ മോട്ടർ മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടിയിലത്തെ ഇക്വലന്റ് സർക്യൂട്ട് നോക്കണ്ട കേട്ടോ, അത് വേറെ ടോപ്പിക്കാണ്. ഇനി ഈ ഫിഗർ നോക്കൂ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഫിഗർ. ഇപ്പോൾ ഈ കളിച്ചിരിക്കുന്ന 2 ടോർക്ക് ഉണ്ട്. 2 ടോർക്കിൽ ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ കണ്ട? ഫോർവേഡ് ടോർക്കിൻ്റെ ടി എഫ് ഏറ്റവും മുകളിൽ, ബാക്ക്വേർഡ് ടോർക്കിൻ്റെ ഫ്ലക്സ് വേഴ്സസ് ടോർക്കാണ്, സ്ലിപ്പ് വേഴ്സസ് ടോർക്കാണ്. ടോർക്ക് വേഴ്സസ് സ്ലിപ്പ് കർവ്, ടോർക്ക് വേഴ്സസ് സ്ലിപ്പ് കർവ്. അപ്പോൾ വൈ ആക്സിസിൽ ടോർക്കും എക്സ് ആക്സിസിൽ സ്ലിപ്പുമാണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 2, എസ് ഇസ് ഈക്വൽ ടു 1, എസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നടുക്കിൽ എസ് ഇസ് ഈക്വൽ ടു 1 ആവുമ്പോൾ ടി എഫ് ആൻഡ് ടി ബി നോക്കൂ. ടി എഫ് മുകളിലേക്ക് നിൽക്കുന്നു, ടി എഫും ടി ബി അറ്റ് എസ് ഇസ് ഈക്വൽ ടു 1 സെൻറ്ററിൽ നോക്കുക എല്ലാവരും. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ എസ് ഇസ് ഈക്വൽ ടു 1 ടി എഫ് മുകളിലേക്ക് നിൽക്കണം, അത്രയും താഴത്തേക്ക് ടി ബി നിൽക്കണം. അതായത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ടി എഫ് ആൻഡ് ടി ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ ഈ ടോർക്ക് വേഴ്സസ് സ്ലിപ്പ് കർവ് വരയ്ക്കണം അവസാനം ഈ ഇക്വേഷൻ എല്ലാം എഴുതിയിട്ട്. അപ്പോൾ ആദ്യം എക്സ്പ്ലനേഷൻ ചെയ്യണം, ഫ്ലക്സിൻ്റെ വേരിയേഷൻ കാണണം. 2 ഫ്ലക്സ് ഉണ്ട്, 2 ടോർക്ക് ഉണ്ട്. 1 ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ മീൻസ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, അതർ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. 2 ഫ്ലക്സസ് ആർ ദർ, 2 ടോർക്സ് ആർ ദർ, ബട്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഈ വ്യത്യാസമല്ലേ, കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിന്. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ കറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ മോട്ടർ കറങ്ങില്ലല്ലോ, തുടക്കം തന്നെ ഒരു കറക്കം കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് മോട്ടർ റൊട്ടേറ്റ് ചെയ്യാത്തത്. സോ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എക്സ്പ്ലെയിൻസ് വൈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. അപ്പോൾ എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുക? അപ്പോൾ 2 ടോർക്കിൻ്റെ പക്ഷേ എസ് ഇസ് ഈക്വൽ ടു 1 സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ടി എഫിനും ടി ബിക്കും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റിസൾട്ടൻറ്റ് ടോർക്ക് 0 ആണ്. സോ മോട്ടർ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്. സോ ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി എക്സ്പ്ലെയിൻസ് why single phase induction motor is not self starting. Okay.